തപസ് കാലത്തിലെ 5-ാമത്തെ ഞായർ. ലോകരക്ഷകനായി ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ദൈവമാണ് എന്ന് മറ്റുള്ളവർ തിരിച്ചറിയുന്നത് അവിടുത്തെ അത്ഭുത പ്രവൃത്തികളിലൂടെയാണ്. ഏകദേശം 35ഓളം അത്ഭുത പ്രവൃത്തികളെക്കുറിച്ചാണ് സുവിശേഷങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ഈ അത്ഭുത പ്രവൃത്തികളിൽ 7 മാത്രമേ വിശുദ്ധ യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തുന്നുള്ളൂ. ഈ അത്ഭുത പ്രവൃത്തികളെ യോഹന്നാൻ അത്ഭുതങ്ങളായിട്ടല്ല അവതരിപ്പിച്ചിരിക്കുന്നത്, മറിച്ച് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം തെളിയിക്കുന്ന അടയാളങ്ങളായിട്ടാണ്. ഈ അടയാളങ്ങൾ യേശുക്രിസ്തുവിൻ്റെ അത്ഭുത പ്രവർത്തനങ്ങളിലൂടെ മറ്റുള്ളവർ കാണുമ്പോൾ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വർദ്ധിക്കുന്നതായി അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. ഓരോ അത്ഭുതങ്ങൾ നടക്കുമ്പോഴും അത് ദൈവിക പ്രവൃത്തിയുടെ അടയാളമായി കണ്ടുകൊണ്ട് ആളുകൾ അവിടുത്തെ വിശ്വസിക്കുകയും അങ്ങനെ വിശ്വാസികളുടെ എണ്ണം വർദ്ധിച്ചു വരികയും ചെയ്യുന്നതായി വിശുദ്ധ യോഹന്നാൻ അവതരിപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെ ജനങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുമ്പോൾ വാസ്തവത്തിൽ ഫരിസേയരുടെയും സദൂചിയരുടെയും യഹൂദ പ്രമാണിമാരുടെയും ഒക്കെ ചങ്കിടിക്കുന്ന രീതിയിലുള്ള അസ്വസ്ഥതകൾ രൂപപ്പെടുന്നതായി നമുക്ക് കാണാൻ കഴിയും. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം ധാരാളം പേർ അംഗീകരിക്കുകയും അവിടുത്തെ ദൈവത്വത്തിന് മുന്നിൽ തങ്ങളെ തന്നെ അടിയറ പറയുകയും ചെയ്യുന്നത് കാണുമ്പോൾ യേശുവിനെ ഉന്മൂലനം ചെയ്യുവാനുള്ള പദ്ധതികളാണ് യഹൂദ പ്രമാണിമാർ ആലോചിച്ച് നടപ്പാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത്. ഇപ്രകാരം ഈ തപസ് കാലത്തിലെ ഞായറാഴ്ചകളൊക്കെ യേശുവിൻ്റെ വിവിധങ്ങളായ രക്ഷാകര പ്രവർത്തനങ്ങളിലേക്കുള്ള ചിന്തകളിലേക്കാണ് നാം കടന്നു വന്നത്. അവിടുത്തെ മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ ഒരുങ്ങുന്ന ഈ കാലയളവിൽ യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ അത്ഭുതത്തെക്കുറിച്ച് ചിന്തിക്കുവാനും ധ്യാനിക്കുവാനുമാണ് സഭ നമ്മെ ആഹ്വാനം ചെയ്യുന്നത്. അത് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുവാനുള്ള യേശുക്രിസ്തുവിൻ്റെ അത്ഭുതാവകമായ ശക്തിയെക്കുറിച്ചാണ്. ലാസറിനെ ഉയർപ്പിക്കുക വഴി യേശുക്രിസ്തു തൻ്റെ ദൈവത്വത്തിൻ്റെ ശക്തമായ അടയാളം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതായി യോഹന്നാൻ അവതരിപ്പിക്കുന്നു. ഈ അത്ഭുതം ഫരിസേയ പ്രമാണിമാർക്ക് അസ്വസ്ഥത ഉളവാക്കുന്നതിന് കാരണമാകുകയും എത്രയും വേഗം എങ്ങനെയും യേശുവിനെ ഉന്മൂലനം ചെയ്യുവാനുള്ള പദ്ധതികളിൽ അവർ ശ്രദ്ധാലുക്കളാകുകയും ചെയ്യുകയാണ്. യേശുക്രിസ്തുവിൻ്റെ ഈ അത്ഭുത പ്രവൃത്തിയെക്കുറിച്ച് അടുത്ത് ചിന്തിക്കുമ്പോൾ അവിടുത്തെ അത്ഭുത പ്രവൃത്തികളിൽ ഏറ്റവും ശ്രേഷ്ഠമായി കരുതപ്പെടുന്ന ഈ അത്ഭുത പ്രവർത്തനം നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ തപസ്സുകാലത്തിൽ പുതിയ ചിന്തകൾ ഉണർത്തുവാനും രക്ഷാകരമായ പദ്ധതിയിലൂടെ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള പ്രവണതയും പ്രചോദനവും ഏകാൻ പോകുന്നവയുമാണ്. യേശുക്രിസ്തു ലാസറിനെ മരിച്ച അവസ്ഥയിൽ നിന്ന് ഉയർപ്പിക്കുമ്പോൾ ലാസർ മരിച്ചു കഴിഞ്ഞു എന്ന് തിരിച്ചറിഞ്ഞിട്ടും 2 ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ യേശു ബഥനിയയിലേക്ക് കടന്നു വന്നുകൊണ്ട് ലാസറിനെ ഉയർപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള പ്രവർത്തനങ്ങൾ വ്യാപരിക്കുന്നു. യേശുക്രിസ്തു അധികമായി സ്നേഹിച്ച ഭവനമായിരുന്നു ബഥനിയയിലെ ലാസറിൻ്റെ കുടുംബം. അവിടുത്തെ യാത്രാവേളകളിൽ ക്ഷീണമകറ്റുവാനും സ്നേഹത്തിൻ്റെ സൗഹൃദം പുതുക്കുവാനുമൊക്കെ കടന്നു വരുന്ന ഒരു കുടുംബമായിരുന്നു ലാസറിൻ്റെ. അതുകൊണ്ട് തന്നെ താൻ അധികമായി സ്നേഹിച്ച ലാസർ മരിച്ചുവെന്ന് അറിഞ്ഞപ്പോൾ വാസ്തവത്തിൽ ഉടനെ തന്നെ യേശു ലാസറിനെ തേടി എത്തേണ്ടതായിരുന്നു. എന്നാൽ യേശുനാഥൻ വളരെ സാവധാനം മാത്രമേ ബഥാനിയയിലേക്ക് ലാസറിൻ്റെ കുഴിമാടത്തിലേക്ക് എത്തുന്നുള്ളൂ. എന്തുകൊണ്ടാണ് യേശു താൻ അധികമായി സ്നേഹിച്ച തൻ്റെ സുഹൃത്തിൻ്റെ മരണം കേട്ട മാത്രയിൽ ഇത്രമാത്രം വൈകിക്കുന്നത് എന്ന് ഒരുപക്ഷെ നാം ചിന്തിച്ചു പോയിരിക്കാം. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ പദ്ധതികളും രീതികളും നമ്മുടെ ചിന്തയ്ക്കും അതീതമാണ്. അവിടുന്ന് മനുഷ്യന് വേണ്ടി നൽകുന്നത് എപ്പോഴും ശ്രേഷ്ഠമായ ഒന്നാണ്.
ഇവിടെ ലാസറിനെ സുഖപ്പെടുത്തുവാൻ വേണ്ടിയല്ല ദൈവം ആഗ്രഹിച്ചത്, മറിച്ച് മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചുകൊണ്ട് പുതിയൊരു ജീവിത ചക്രത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയാണ് ആഗ്രഹിച്ചത്. അതിലൂടെ ഒരുപക്ഷെ ശാരീരികമായ രോഗത്തെ അകറ്റുന്നതിനുപരിയായി ജീവന്റെ തന്നെ പുനരുദ്ധാരണത്തിൻ്റെ പന്ഥാവിലേക്ക് ആനയിക്കുവാൻ സഹായിക്കുന്ന രീതിയിൽ ശക്തിപ്പെടുത്തുവാൻ അവിടുന്ന് ശ്രമിക്കുകയായിരിക്കാം. അവിടുത്തെ ആ സ്നേഹത്തിൻ്റെതായ ശക്തമായ സാക്ഷ്യം മരണത്തിൻ്റെ മുഖത്ത് കരയുന്ന യേശുവിൻ്റെ വിലാപത്തിൽ ദർശിക്കാൻ കഴിയും. തൻ്റെ സ്നേഹത്തിൻ്റെ മരണത്തോട് താതാത്മ്യപ്പെട്ടുകൊണ്ട് ആ മരണത്തെ മുഖത്ത് നോക്കി വേദനിക്കുകയും കണ്ണുനീർ നാവാക്കുകയും ചെയ്യുന്ന യേശുവിൻ്റെ മാനുഷികമായ രൂപം ഹൃദയസ്പർശിയായ രീതിയിലാണ് യോഹന്നാൻ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു മരണവേളയിൽ നമുക്കുണ്ടാകുന്ന വേദനകളുമായി താതാത്മ്യപ്പെട്ടുകൊണ്ട് യേശുനാഥൻ നമുക്കന്യനല്ല എന്ന് നമ്മോട് വിളിച്ചു പറയുകയാണ്. നമ്മോടൊപ്പം നമ്മിലൊരുവനാകുന്ന ദൈവത്തിൻ്റെ ഹൃദയസ്പർശിയായ ചിത്രം യേശുവിൻ്റെ കണ്ണുനീരിൽ നമുക്ക് കാണാൻ കഴിയും. ലാസറിൻ്റെ ഉയർപ്പിലൂടെ യേശുനാഥൻ സൗഖ്യം നൽകുന്നവൻ മാത്രമല്ല, മരണത്തിന്മേൽ വിജയം നേടുന്നവൻ കൂടിയാണ് എന്നുള്ള ശക്തമായ ഒരു സന്ദേശം നമ്മുടെ മുമ്പിൽ അവിടുന്ന് അവതരിപ്പിക്കുകയാണ്. അവിടുന്ന് ജീവന്റെയും മരണത്തിൻ്റെയും നാഥനാണ്. ജീവനെയും മരണത്തെയും അതിജീവിച്ചുകൊണ്ട് സനാതനമായി നിലകൊള്ളുന്ന ദൈവത്തിൻ്റെ യഥാർത്ഥ രൂപം നമുക്ക് യേശുവിൻ്റെ ഈ ജീവിത സാഹചര്യത്തിൽ ദർശിക്കുവാൻ കഴിയും എന്നുള്ളതാണ് പ്രത്യേകത. ഈ സുവിശേഷ ഭാഗം 2 പ്രധാനപ്പെട്ട സന്ദേശങ്ങളാണ് നമുക്ക് നൽകുന്നത്. ഒന്നാമത്തേത്, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും യാചിക്കുവാനും കഴിയുമ്പോൾ ഒരുപക്ഷെ ദൈവം ഉടനെ മറുപടി തരികയില്ല എന്നുള്ള വേദന ഇവിടെ ഇല്ലാതാകുകയാണ്. പലപ്പോഴും പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ദൈവം എന്തേ മറുപടി തരാത്തത് എന്നാണ് ചോദിക്കാറുണ്ട്. അവിടത്തേക്ക് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ അവിടത്തേക്ക് എത്രയും വേഗം എൻ്റെ പ്രയാസത്തിൽ നിന്ന് മോചിപ്പിച്ച് എന്നെ സഹായിക്കുവാനും രക്ഷിക്കുവാനും അവിടത്തേക്ക് കഴിയുമല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് അവിടുന്ന് അമാന്തിക്കുന്നത് എന്നുള്ള ചിന്ത പലപ്പോഴും നമ്മെ അസ്വസ്ഥരാക്കാറുണ്ട്. എന്നാൽ ഇപ്രകാരമുള്ള ചിന്തയും ആകുലതയും അസ്ഥാനത്താണെന്ന് അവിടുന്ന് നമ്മെ പഠിപ്പിക്കുന്നു. ദൈവം എല്ലാം അറിയുന്നവനാണ്, സ്ഥലകാലങ്ങൾക്ക് അതീതനായവനാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന് ഏറ്റവും ശ്രേഷ്ഠമായത് നിവൃത്തിയാക്കുവാൻ അവിടുന്ന് ശ്രമിക്കുന്നു. ഈ ശ്രേഷ്ഠമായത് എന്താണെന്ന് ദൈവത്തിന് മാത്രം അറിവുള്ളതാകയാൽ അവിടുത്തെ പദ്ധതി അനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട പ്രവർത്തന രീതിയും ചിന്താരീതിയും. അങ്ങനെ വരുമ്പോൾ ഉടനെ ഉത്തരം കിട്ടിയില്ല എന്ന് കരുതി അസ്വസ്ഥരാകാതെ വീണ്ടും വീണ്ടും ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം നമുക്ക് കൈവരുന്നതിന് സാധിക്കുന്നു. രണ്ടാമത്, ഈ സുവിശേഷ ഭാഗത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന സന്ദേശം മരണത്തിലും തീരാത്ത പുതിയ ജീവനെക്കുറിച്ചുള്ള ചിന്താഗതികളാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മരണമെന്ന് പറയുന്നത് ഒരു സാധാരണ സംഭവമാണ്. എന്നാൽ മരണം നമുക്ക് നൽകുന്ന ദുഃഖങ്ങളും വേദനകളും ചില്ലറയല്ലതാണ്. ഈ ദുഃഖസാന്ദ്രമായ നിമിഷത്തിൽ ജീവിതം അവസാനിക്കുന്നില്ല എന്നും അതിന് അതീതമായ ഒരു ജീവിതമുണ്ടെന്നും ആ ജീവിതം ദൈവത്തിൻ്റെ കരങ്ങളിലാണെന്നുമുള്ള ശക്തമായ ഒരു ചിന്തയാണ് ലാസറിനെ ഉയർപ്പിക്കുന്നതിലൂടെ കർത്താവ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഈ ദൈവം എല്ലാത്തിനും അതീതനാകയാൽ, എല്ലാത്തിനും കാരണഭൂതനാകയാൽ ഈ ദൈവത്തിൻ്റെ പദ്ധതിയിൽ മുന്നിൽ കീഴടങ്ങിക്കൊണ്ട് നാം അവിടുത്തെ പദ്ധതി നിവൃത്തിയാക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ലാസറിനെ ഉയർപ്പിക്കുന്ന കർത്താവായ യേശുക്രിസ്തു നമ്മുടെ എല്ലാവരുടെയും ഉയർപ്പിന് ശക്തി പകരുന്ന വ്യക്തിയാകുമെന്നുള്ള ആത്മീയ പ്രവർത്തനത്തെക്കുറിച്ചാണ് നാം വായനയിൽ വായിക്കുന്നത്. ഒന്നാമത്തെ വായനയിൽ നാം
എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകങ്ങളുടെ വായനയാണ് വായിച്ചു കേൾക്കുന്നത്. പ്രസ്തുത വായനയിൽ എസെക്കിയേൽ പ്രവാചകൻ അടിമത്തത്തിൽ നിന്ന് തിരികെ ദൈവത്തിൻ്റെ നാട്ടിലേക്ക് ഇസ്രായേൽക്കാരെ കൊണ്ടുവരുന്ന ദൈവത്തിൻ്റെ ശക്തമായ പ്രവർത്തനത്തെക്കുറിച്ചാണ് നമ്മോട് പറയുന്നത്. അടിമത്തത്തിലായിരുന്ന ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൻ്റെ വസന്തകാലം നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്നപ്പോൾ ദൈവികമായ ഇടപെടലിലൂടെ അവർക്ക് അവരുടെ ജന്മനാട്ടിലേക്ക് തിരികെ വരുവാനുള്ള അനുഗ്രഹം സംലബ്ധമായി. ഇപ്രകാരം മരണാവസ്ഥയിൽ നിന്ന് ജീവന്റെ പൊൻപുലരിലേക്ക് കടന്നു വരുവാൻ ഇടയായത് ദൈവികമായ പ്രവർത്തനത്തിലാണ്. ഈ ദൈവികമായ പ്രവർത്തനമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആവേശവും അനുഗ്രഹവുമായി മാറേണ്ടത് എന്ന് ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമത്തെ വായനയിൽ വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ യേശുക്രിസ്തുവിനെ ഉത്ഥിതനാക്കിയ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി നമ്മിലൂടെ വീണ്ടും സജീവമാകുമെന്നും അതുകൊണ്ട് മരണത്തെക്കുറിച്ചോ മരണം നൽകുന്ന ദുഃഖത്തെക്കുറിച്ചോ ആകുലപ്പെടാതെ പരിശുദ്ധാത്മാവിൽ ശക്തി സംഭരിച്ച് ജീവിതത്തിൻ്റെ യാത്ര തുടരുവാൻ പൗലോസ്ലീഹ നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. ലാസർ എന്ന് പറയുമ്പോൾ ദൈവം സഹായിക്കുന്നു എന്നുള്ളതാണ് ആ വാക്കിൻ്റെ അർത്ഥം. ബഥനി എന്ന് പറയുന്നത് കഷ്ടതകളുടെ ഭവനം എന്നുള്ളതാണ്. കഷ്ടതകളുടെ ഭവനത്തിൽ നിന്ന് ദൈവസഹായം ലഭിച്ച ഒരു വ്യക്തിയുടെ കഥയാണ് സുവിശേഷത്തിൻ്റെ ഉള്ളടക്കം. കഷ്ടതകളുടെ ഭവനങ്ങൾ, ആ ഭവനങ്ങളുടെ അകത്തുള്ള നിലവിളിയുടെ സ്വരങ്ങൾ, കഥകളുടെ യാതനകളൊക്കെ തിരിച്ചറിയുവാൻ കഴിയുള്ളവൻ ദൈവം. ആ ദൈവം സഹായഹസ്തമായി എപ്പോഴും കൂടെയുണ്ട് എന്ന് സാരം. നമ്മുടെ ഈ ജീവിത യാത്രയിലും കഷ്ടതകളുടെ മുനമ്പുകളിലാണ് ഒരുപക്ഷെ നാം ചെന്നടിയപ്പെടുന്നത്. ദുരന്തങ്ങളുടെയും ദുഃഖങ്ങളുടെയും കഥകൾ ഒന്നിനു പിറകെ ഒന്നായി നമ്മെ വരിഞ്ഞു മുറുക്കിയെന്ന് വരാം. ആ സാഹചര്യങ്ങളിൽ നമുക്ക് ദൈവം സഹായകമായി കടന്നു വരുന്നു എന്നാണ് നാം തിരിച്ചറിയേണ്ടത്. അപ്രകാരം സഹായകനായി കടന്നു വരുവാൻ കഴിവുള്ള ദൈവം മരണത്തെ അതിജീവിച്ചവനാണെന്നും കാലത്തിന് അതീതനായി നിലകൊള്ളുന്നവനാണെന്നുമുള്ള തിരിച്ചറിവ് നമുക്ക് നൽകുന്നത് യോഹന്നാൻ്റെ ഈ അടയാളങ്ങളാണ്. യോഹന്നാൻ നൽകുന്ന ഈ 7 അടയാളങ്ങളും നമ്മെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ ജീവിത അനുഭവങ്ങളിലേക്കും വ്യത്യസ്തമായ പാഠങ്ങളിലേക്കും നമ്മെ നയിക്കുന്നു. അങ്ങനെ ലാസറിനെ ഉയർപ്പിൻ്റെ ഔന്നത്യത്തിലേക്ക് കൊണ്ടുവരുന്ന യേശുവിൻ്റെ മനോഹരമായ അടയാളം ഈ തപസ്സുകാലത്തിൽ നമുക്ക് പുത്തൻ ദൈവാനുഗ്രഹത്തിൻ്റെ സൂചനയായി മാറണം. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ മരിച്ച ദൈവമല്ല, ഉദ്ധിതനായി ഉത്ഥാനം നൽകുവാൻ കഴിവുള്ള ശക്തനായ ഒരു ദൈവമായി ഒപ്പമുണ്ട്, കൂടെയുണ്ട് എന്നുള്ള തിരിച്ചറിവായിരിക്കണം പ്രയാണത്തിനും തീർത്ഥാടനത്തിനും ശക്തി പകരുന്ന ചൈതന്യം. ഈ ദൈവിക ചൈതന്യത്തിൻ്റെ ശക്തി തപസ്സുകാലത്ത് അനുഭവിച്ചുകൊണ്ട് ഉത്ഥാനത്തിൻ്റെ മഹിമയെ പ്രാപിക്കുവാൻ ദൈവം ഓരോ ക്രൈസ്തവനെയും ആഹ്വാനം ചെയ്യുകയാണ്. ഈ വിളി ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ക്രൈസ്തവ ജീവിതം അനുഗ്രഹത്തിൻ്റെ ദിനരാത്രങ്ങളായി മാറുവാൻ ഉതകുന്ന രീതിയിൽ തപസ്സിൻ്റെ ആലോചനകളും ഉപവാസത്തിൻ്റെ മന്ത്രണങ്ങളും പ്രാർത്ഥനയുടെ ദീർഘനിമിഷങ്ങളുടെ സായുജ്യതകളും അഭ്യസിച്ചുകൊണ്ട് അവശേഷിക്കുന്ന ദിവസങ്ങളെ കൃപയുടെ അനുഗ്രഹത്തിൻ്റെ മണിക്കൂറുകളാക്കി മാറ്റുവാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. അതിനാൽ ഈ തപസ്സുകാലത്തിൻ്റെ ഇനിയുള്ള ദിവസം അനുഗ്രഹത്തിൻ്റെ ദിനങ്ങളായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ദാഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും.